കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു ദിവസത്തിൽ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ താരതമ്യേന ഞാൻ ആരോഗ്യവാനായിരുന്നു. എൻ്റെ ബ്ലഡ് പ്രഷർ 122/82 ആയിരുന്നു, നോർമൽ ബ്ലഡ് പ്രഷർ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ കാലത്ത് ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് രക്തസമ്മർദ്ദത്തിൻ്റെ, ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ഞാനും പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഞാൻ അന്ന് വിശേഷിച്ച് പഥ്യക്കേടൊന്നും കാണിച്ചിരുന്നില്ല. കാലത്തും എൻ്റെ ബ്ലഡ് പ്രഷർ 122/82 തന്നെ ആയിരുന്നു. പക്ഷെ എന്തു പറ്റി? ഞാൻ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ ബാധിതനായിട്ട് തീരാൻ അന്നാണ് ജോയിൻറ്റ് നാഷണൽ കമ്മിറ്റി ഓൺ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ 7ാമത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ലോകം മുഴുവൻ ഉള്ള ഡോക്ടർമാർ തന്നെ ആധികാരികമായിട്ട് ഹൈ ബ്ലഡ് പ്രഷർ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനുള്ള ധാരണകളും അറിവുകളും കാലാകാലങ്ങളിൽ പുറത്തു വരുന്ന ഈ ജോയിൻറ്റ് നാഷണൽ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. JNC റിപ്പോർട്ട് എന്ന് പറയും. ഈ JNC റിപ്പോർട്ടിൽ 7ാമത്തെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് 140/90 അതിന് മുകളിലേക്ക് പോകുമ്പോഴായിരുന്നു ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 115/75 എന്നാക്കി അവർ താഴേക്ക് കുറച്ചു. അത് കാരണമാണ് 122 ബ്ലഡ് പ്രഷറുള്ള ഞാനും ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ ഗ്രൂപ്പിൽ എത്താനായിട്ട് കാരണം. അവരുടെ വിശദമായ പഠനങ്ങൾക്ക് ശേഷം അവർ പറയുന്നത് 115 ശേഷം മുകളിലേക്ക് പോകുന്ന എല്ലാ 20 പോയിൻറ്റും നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ മൂലം ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള സാധ്യത ഇരട്ടിക്കുന്നു എന്നാണ്. 115 നിന്ന് സിസ്റ്റലിക് ബ്ലഡ് പ്രഷർ 135 കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള സാധ്യത ഇരട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. 155 കഴിയുമ്പോഴേക്കും അതിനുള്ള സാധ്യത 4 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ 175 ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൃദ്രോഗമോ സ്ട്രോക്കോ ഉണ്ടാകാനുള്ള സാധ്യത 8 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇന്നും 140 വരെ, അതായത് സിസ്റ്റളിക് ബ്ലഡ് പ്രഷറാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ 140 എത്തുന്നത് വരെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. എങ്കിലും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണം, കൂടുതൽ എക്സസൈസ് ചെയ്യണം, നിങ്ങൾ കഴിക്കുന്ന ഉപ്പിൻ്റെ അംശം കുറയ്ക്കണം, വണ്ണം കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കണം. ഇതുകൊണ്ടെല്ലാം ഒരുപക്ഷെ താഴത്തെ ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചെന്ന് വരും. പക്ഷെ 140 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മരുന്ന് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഏത് മരുന്ന് കഴിക്കണം? 5 ഗ്രൂപ്പിൽപ്പെട്ട ഏകദേശം 100-ലധികം മരുന്നുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. നിങ്ങളുടെ ശരീരഘടന, നിങ്ങൾക്കുള്ള മറ്റ് രോഗങ്ങൾ, ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഏത് മരുന്ന് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെഡിസിൻ നല്ലതാണെന്ന് പറയും. അല്ലെങ്കിൽ ആസ്മ ഉള്ള ആൾക്ക് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്നുള്ള മരുന്ന് കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് പ്രോസ്റ്റേറ്റിനെയും ഹൈ ബ്ലഡ് പ്രഷറിനെയും ഒരുപോലെ ചികിത്സിക്കുന്ന മരുന്നുകളുണ്ട്. അതുകൊണ്ട് പരിചയസമ്പന്നനായ ഒരു ഡോക്ടറാണ് നിങ്ങൾക്ക് ഏത് ബ്ലഡ് പ്രഷറിന് മരുന്ന് വേണം എന്ന് തീരുമാനിക്കേണ്ടത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള എല്ലാ മലയാളികളും തന്നെ മരുന്ന് കഴിക്കും, പക്ഷേ ടാർഗറ്റ് ലെവലിലേക്ക് അവർ വരാനായിട്ട് ശ്രമിക്കാറില്ല. ഹൈ ബ്ലഡ് പ്രഷറിന് വേണ്ടി ഒരു ഗുളിക ദിവസവും വിഴുങ്ങിയത് കൊണ്ട് മാത്രം ആയില്ല, നിങ്ങളുടെ ശരിക്കെത്തേണ്ട ലെവലിൽ അത് എത്തിയിരിക്കണമെന്നുള്ള കാര്യം വളരെ നിർബന്ധിതമാണ്. എൻ്റെ അനുഭവത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മിക്ക മലയാളികൾക്കും 2 മരുന്നെങ്കിലും ആവശ്യമായി വരും. ഒരു മരുന്ന് കഴിക്കുന്നോ 2 മരുന്ന് കഴിക്കുകയോ 4 മരുന്ന് കഴിക്കുകയോ എന്നുള്ളതല്ല പ്രധാനം. ടാർഗറ്റ് ബ്ലഡ് പ്രഷർ,
നോർമൽ ബ്ലഡ് പ്രഷറിൽ നിങ്ങളുടെ മരുന്ന് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരുതരം രക്തസമ്മർദ്ദമുണ്ട്, അതിൻ്റെ പേര് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. ഡോക്ടർമാരാണ് ഈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത്. വൈറ്റ് കോട്ട് ഇട്ടിരിക്കുന്ന ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ ഉത്കണ്ഠ കൊണ്ട് പലപ്പോഴും രോഗിയുടെ ബ്ലഡ് പ്രഷർ കുറച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ശാന്തമായി ഡോക്ടറിൽ നിന്നും അകന്നിരിക്കുന്ന അവസരങ്ങളിൽ എടുക്കുന്ന ബ്ലഡ് പ്രഷറായിരിക്കും കുറച്ചുകൂടി സൂക്ഷ്മമായുള്ളത് എന്ന് പറയുന്നു. ഏതായാലും ഈ JNC റിപ്പോർട്ടിലെ 115/75 എന്നുള്ള ബ്ലഡ് പ്രഷർ നമ്പർ അനേകം മലയാളികളെ, പ്രായപൂർത്തിയായ അനേകം മലയാളികളെ രക്തസമ്മർദ്ദത്തിൻ്റെ ഏകദേശം അടുത്ത് എത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഗോൾ പോസ്റ്റ് മാറ്റിയ അനുഭവമാണ് ഈ റിപ്പോർട്ട് വന്നതുമൂലം എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നതെങ്കിലും ഞാനും നിങ്ങളും ഈ റിപ്പോർട്ടിനെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ മതിയാകൂ. വരുന്നയാഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരട്ടെ. നിങ്ങൾക്ക് നന്ദി.